വിവാദങ്ങൾക്കിടയിലും എമ്പുരാൻ സിനിമ കാണാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴുള്ള പോസ്റ്റ് വൈറലായിരിക്കുകയാണ്. കുടുംബസമേതമാണ് മുഖ്യമന്ത്രി സിനിമയ്ക്കെത്തുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം ലുലു മാളിലെ PVR സിനിമാസിലാണ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും സിനിമ കാണാൻ എത്തിയിരിക്കുന്നത്. ചിത്രം വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി സിനിമ കാണാൻ എത്തിയതെന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം. പൃഥ്വിരാജ് സുകുമാരന്റെ മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ റിലീസിന് പിന്നാലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർമ്മാതാക്കളുടെ നിർദ്ദേശപ്രകാരം ചിത്രത്തിലെ ചില ഭാഗങ്ങളിൽ തിരുത്തൽ വരുത്തണമെന്ന് ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ. സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട രംഗങ്ങളും കലാപവുമായി ബന്ധപ്പെട്ട ചില രംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. വില്ലൻ കഥാപാത്രമായ ബാബ ബജ്രംഗി, അതായത് അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹത്തിന്റെ പേര് മാറ്റാൻ സാധ്യതയുണ്ടെന്നും ചില വാക്കുകൾ മ്യൂട്ട് ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ പതിപ്പ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ ചെയ്യുകയും അടുത്തയാഴ്ച മുതൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. നേരത്തെ L2 എമ്പുരാൻ എന്ന ചിത്രം ഒരു പ്രത്യേക വിഭാഗം പ്രേക്ഷകരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതിന് അവകാശപ്പെട്ടതിനെ തുടർന്ന് ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടതായി നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രമുഖ മാധ്യമത്തോട് സംസാരിക്കവേ എമ്പുരാൻ എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും രംഗങ്ങളോ സംഭാഷണങ്ങളോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഗോകുലം ഗോപാലൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ചില വാക്കുകൾ തൽക്കാലം നിശബ്ദമാക്കും. സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്ന് ഞാൻ സംവിധായകനോട് ചോദിച്ചിരുന്നു. സിനിമ സെൻസർ ചെയ്തിരുന്നു. അന്ന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല. രാഷ്ട്രീയത്തെ ഒരു സേവനമായിട്ടാണ് ഞാൻ കാണുന്നതെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പരോക്ഷമായി ചിത്രീകരിക്കുന്ന സിനിമ പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്ന സായിദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ പശ്ചാത്തലത്തെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര ഏജൻസികളെ ഭരണകക്ഷി ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിക്കപ്പെടുന്നതിനിടെയും ചിത്രം വിമർശനാത്മകമായി പ്രതിപാദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും സിനിമയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു. ഭയത്തിനെയും ആക്രമിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കരുതെന്ന് കോൺഗ്രസ് പ്രവർത്തകനായ രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കി. സംഘപരിവാർ സമ്മർദ്ദത്തിന്റെ ഭാഗമായി എമ്പുരാൻ സിനിമ വീണ്ടും സെൻസർ ചെയ്യപ്പെടുന്നതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കലയും സാഹിത്യവും സിനിമയും നാടകവുമൊക്കെ അതാത് കാലത്തുള്ള മനുഷ്യരുടെ സ്വാഭാവിക പ്രതികരണങ്ങളാണ്. ഇത്തരം കലാരൂപങ്ങളിലൂടെ ഉയർന്നു വരുന്ന സാമൂഹ്യ വിമർശനങ്ങളെ ഉൾക്കൊണ്ടും അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജനാധിപത്യം സാധ്യമാകുന്നത്. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത കലയുടെ ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിൽ ഒരു സംഘടിത പ്രസ്ഥാനവും വളർത്തിക്കൊണ്ട് വരരുത് ചെന്നിത്തല വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം റിലീസായ മോഹൻലാൽ ചിത്രം കണ്ടില്ല. പക്ഷേ അതിനെതിരെയുള്ള കടുത്ത അസഹിഷ്ണുതാപരമായ നിലപാടുകൾ സംഘപരിവാർ സംഘടനകളും അണികളും നടത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കേരളത്തിനെതിരെ വ്യാജപ്രചരണം നടത്തിയ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് അനുകൂലമായി വ്യാപക മാർക്കറ്റിംഗ് ഏർപ്പെടുത്തിയ അതേ സംഘപരിവാർ ശക്തികൾ തന്നെയാണ് തങ്ങളുടെ ചില മുൻകാല ചെയ്തികളുടെ റെഫറൻസുകൾ ഉണ്ട് എന്ന പേരിൽ ഒരു വാണിജ്യ സിനിമയെ ഇപ്പോൾ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര അസഹിഷ്ണുത ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് യോജിച്ചതല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭയപ്പെടുത്തലിനെ ആക്രമിച്ചും കലയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയാം എന്നും കരുതരുത്. ഈ വിരട്ടൽ വീണു പോകരുതെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത് എന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു.